ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. എല്ലാവരുടെയും ന്യൂ ഇയർ പുതിയ വർഷമൊക്കെ അടിപൊളിയായി തീരട്ടെ കേട്ടോ. നമുക്ക് BDSന്റെ രണ്ടാം ഘട്ട മോപ്പപ്പ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ കൺഫർമേഷൻ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഇതാണെന്ന് സംസ്ഥാനത്തെ സ്വാശ്രയ ഡെന്റൽ കോളേജുകളെ 2020-21 അധ്യയന വർഷത്തെ BDS കോഴ്സുകളിൽ ഒന്നാം ഘട്ട ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെന്റിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായി രണ്ടാം ഘട്ട മോപ്പപ്പ് അലോട്ട്മെന്റ് നടപടികൾ ഡിസംബർ 31 മുതൽ ആരംഭിക്കുന്നു. ഒന്നാം ഘട്ട മോപ്പപ്പിന് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു റൗണ്ട് കൂടി ഉണ്ടാവുന്നു. അപ്പോൾ അതിന്റെ നടപടികൾ ഇപ്പോൾ ഓൾറെഡി ആരംഭിച്ചിരിക്കുകയാണ്. ഡിസംബർ 17 മുതൽ 20 ഉച്ചയ്ക്ക് 1 മണി വരെ വിദ്യാർത്ഥികൾ നൽകിയ ആദ്യഘട്ട ഓപ്ഷണൽ അനുസരിച്ചാണ് രണ്ടാം ഘട്ട മോപ്പപ്പ് അലോട്ട്മെന്റ് നടത്തുന്നത്. COVID-19 പ്രത്യേക പശ്ചാത്തലത്തിൽ രണ്ടാം ഘട്ട കൗൺസിലിംഗും ഓൺലൈനായിട്ട് തന്നെയാണ് നടത്തുന്നത്. ഇനി മോപ്പപ്പ് കൗൺസിലിംഗ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളാണ്. ആദ്യഘട്ട മോപ്പപ്പ് അലോട്ട്മെന്റ് വഴി BDS കോഴ്സുകളിൽ പ്രവേശനം ലഭിച്ചിട്ടും അഡ്മിഷൻ കിട്ടാത്ത എല്ലാ ഓപ്ഷനുകളും റദ്ദാവുന്നതാണ്. അഡ്മിഷൻ എടുക്കാത്തവരുടെ എല്ലാ ഓപ്ഷനുകളും റദ്ദാവുന്നതാണ്. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ മുൻ അലോട്ട്മെന്റ് പ്രകാരവും 28-ാം തീയതി സ്റ്റേ വേക്കൻസി റൗണ്ടിലൂടെയും MBBS കോഴ്സിന് പ്രവേശനം നേടിയവര്, നിലവിൽ സർക്കാർ ഡെന്റൽ കോളേജിൽ BDS കോഴ്സിന് പ്രവേശനം നേടിയവർ ഇവരെല്ലാം രണ്ടാം ഘട്ട മോപ്പപ്പ് കൗൺസിലിംഗിലും പരിഗണിക്കുന്നതല്ല. ഓൾറെഡി അലോട്ട്മെന്റ് ഇതിലൊക്കെ കിട്ടിയവരെ പരിഗണിക്കില്ല. അതേപോലെ അഖിലേന്ത്യാ കൗൺസിലിംഗിലൂടെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെയും രണ്ടാം ഘട്ട ഡെന്റൽ ഓൺലൈൻ മോപ്പപ്പ് കൗൺസിലിംഗിൽ പരിഗണിക്കില്ല. ഇനി സ്വാശ്രയ ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് രണ്ടാം ഘട്ട മോപ്പപ്പ് കൗൺസിലിംഗിന് സർക്കാർ ഡെന്റൽ കോളേജിലേക്ക് മാറ്റം കിട്ടും. പിന്നെ ഒരു സ്വാശ്രയ കോളേജിലെ NRI സീറ്റിൽ നിന്നും അതേ കോളേജിലെയോ മറ്റ് സ്വാശ്രയ കോളേജിലെയോ ഗവൺമെന്റ് മൈനോറിറ്റി സീറ്റിലേക്കുള്ള മാറ്റവും അനുവദിക്കുന്നതാണ്. ഈ രണ്ടാം ഘട്ട മോപ്പപ്പ് കൗൺസിലിംഗിന്റെ ഷെഡ്യൂളാണ്. 31-ാം തീയതിയാണ് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നൽകുന്നതിന് വെബ്സൈറ്റ് റെഡി ആവുന്നത്. ഈ 2-ാം തീയതിയാണ് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനുള്ള സമയം അവസാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 3-ാം തീയതിയാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. 4-ാം തീയതി തൊട്ട് 7-ാം തീയതി 4 മണി വരെയാണ് പ്രവേശനം നേടാനുള്ള തീയതി. രണ്ടാം ഘട്ട മോപ്പപ്പ് അലോട്ട്മെന്റിലേക്ക് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാം ഘട്ട മോപ്പപ്പ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ c.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ കിങ് 2020 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ രേഖപ്പെടുത്തി ഹോം പേജിൽ പ്രവേശിച്ച ശേഷം ഹോം പേജിൽ ലഭ്യമായ ഓപ്ഷൻ കൺഫർമേഷൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് 31-ാം തീയതി മുതൽ 2-ാം തീയതി വൈകിട്ട് 3 മണി വരെ ഓൺലൈനായി ഓപ്ഷനുകൾ കൺഫർമേഷൻ ചെയ്യണം. ഇനി നിലനിൽക്കുന്ന ഹയർ ഓപ്ഷനുകൾ ആവശ്യമെങ്കിൽ പുനഃക്രമീകരണം ചെയ്യാനും ആവശ്യമില്ലാത്തവ റദ്ദ് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ്. ഇനി അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും പ്രവേശനം നേടിയിരിക്കണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ട് കഴിഞ്ഞ് പ്രവേശനം എടുക്കാതിരിക്കാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം പ്രോസ്പെക്ടസ് ക്ലോസ് 12.2.4 പ്രകാരമുള്ള വ്യവസ്ഥകൾ ബാധകമായിരിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാത്തവരുടെ ഓപ്ഷനുകൾ അലോട്ട്മെന്റിനായി പരിഗണിക്കുന്നതല്ല. രണ്ടാം മോപ്പപ്പ് കൗൺസിലിംഗിലൂടെ BDS അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് കൊടുക്കേണ്ടതായ ഫീസ് ഓൺലൈനായോ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് മുഖേന ഒടുക്കിയ ശേഷം പ്രോസ്പെക്ടർ ക്ലോസ് 11.7.1 പ്രകാരമുള്ള അസൽ രേഖകളുമായി 7-ാം തീയതി വൈകിട്ട് 4-ന് മുമ്പായി ബന്ധപ്പെട്ട കോളേജിൽ ഹാജരായി അഡ്മിഷൻ നേടണം. അഡ്മിഷൻ സമയത്ത് ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾ പ്രകാരം ബാക്കി ട്യൂഷൻ ഫീയോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റോ അതുപോലെ മറ്റു ഫീസുകളൊക്കെ കോളേജിൽ കൊടുക്കണം. ഇനി ഫീസ് സംബന്ധിച്ച വിവരങ്ങളാണ്. BDS കോഴ്സിന്റെ ഫീസ് സംബന്ധമായ വിവരം വെബ്സൈറ്റിലുണ്ട്. അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയ ഫീസാണ് കുട്ടികൾ ഒടുക്കേണ്ടത്. ഈ മോപ്പപ്പ് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് ഒടുക്കിയ ശേഷം അലോട്ട്മെന്റ് ലഭിക്കുന്ന കോളേജിൽ ഹാജരായി പ്രവേശനം നേടണം. BDS കോഴ്സിന് പുതുതായി പ്രവേശനം ലഭിക്കുന്ന SC, ST, OEC നമ്മൾ പറയാറുള്ളതാണ്. ഫീസ് ആനുകൂല്യത്തിന് അർഹരായവരെ അവരൊന്നും ഫീസ് അടക്കണ്ട. എന്നാൽ NRI ഓർ മൈനോറിറ്റി സീറ്റിലേക്ക് അഡ്മിഷൻ നേടുന്ന SC, ST, OEC വിഭാഗക്കാർ ഫീസ് ആനുകൂല്യത്തിന് അർഹരായ മറ്റുള്ളവർ മുതലായവ ഫീസ് അടക്കേണ്ടതാണ്. ഇനി മുൻ കീം അലോട്ട്മെന്റിലൂടെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിച്ചവർ BDS സീറ്റിലേക്ക് മാറുന്ന പക്ഷം അധികമായി അടക്കേണ്ട തുകയുണ്ടെങ്കിൽ അത് തുല്യമായ തുക ഒടുക്കിയാൽ മതിയാവും. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിൽ അഡ്മിഷൻ നേടിയിരിക്കുന്നവർ മുൻ കീം അലോട്ട്മെന്റിലൂടെ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടച്ച തുക ഇതിനായി പരിഗണിക്കുന്നതല്ല. അതായത് ഫസ്റ്റ് ഒരു CEക്ക് ഒരു 10,000 അടച്ചത്
പരിഗണിക്കില്ല. പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അതാത് കോളേജ് പ്രിൻസിപ്പൽമാർ അംഗീകരിച്ച് 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പായി പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈൻ അഡ്മിഷൻ മാനേജ്മെന്റ് സിസ്റ്റം മുഖേന സമർപ്പിക്കേണ്ടതാണ്. പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും സർക്കാർ ഉത്തരവുകളും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ c.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതാണ് പുതുതായി BDS മോപ്പപ്പ് അലോട്ട്മെന്റ് സെക്കൻഡ് റൗണ്ടിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസ് കിട്ടാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.